പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ ഒരു രാമചന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങിലും അനുബന്ധമായ ചടങ്ങിലുമൊക്കെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്നത് ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നിൽ നിന്നത് അത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിരുന്നെങ്കിൽ ഇവിടെ സംസ്കാര ചടങ്ങിന് പോലും മുഖ്യമന്ത്രി എത്താതിരുന്നൊരു സാഹചര്യം അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വിമർശനങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഒടുവിൽ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിഖിൽ, വിമർശനങ്ങളുടെ ഇടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് 11:52 എൻ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായിട്ട് അകത്ത് സംസാരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം 25-ാം തീയതി എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് മറ്റെല്ലാ നേതാക്കളും 2 ഗവർണർമാരടക്കം, അതായത് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഗോവ ഗവർണറായിട്ടുള്ള PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, പിന്നീടുള്ള ബാക്കിയുള്ള നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ അടക്കം ഇവിടെ കടന്നെത്തിയപ്പോഴും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വന്നിരുന്നില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറ്റ് ഹരിയാന, ജാർഖണ്ഡ്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അതേ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തന്നെയാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ മാത്രമേ എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ടോ മുഖ്യമന്ത്രി കടന്നെത്തിയിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാകണം അദ്ദേഹം എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പരിപാടികൾ എന്തൊക്കെ തന്നെയാണെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് ആ സംസ്കാര ചടങ്ങുകൾക്ക് നാടൊന്നാകെ എത്തിയ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ മറികടന്നുകൊണ്ട് ഒരു നാടൊന്നാകെ ഈ ഇടപ്പള്ളി ഭാഗത്തേക്ക് കടന്നെത്തിയ സമയത്ത് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നില്ല. എന്തായാലും നിലവിൽ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നത്. മറ്റ് CPM നേതാക്കളൊക്കെ തന്നെ നേരത്തെ വന്നുപോയിരുന്നു. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അസീൻ മോഹൻ അടക്കമുള്ളവർ അകത്തുണ്ട്. മറ്റ് ആളുകളുമുണ്ട്. നേരത്തെ KK ശൈലജ വന്നിരുന്നു. PK ശ്രീമതി അതിനു മുൻപ് സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് വന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളായിട്ടുള്ള അരവിന്ദ്, ആരതി, ഭാര്യ ഷീല രാമചന്ദ്രൻ, രാമചന്ദ്രന്റെ സഹോദരൻ, അവരോടൊക്കെ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി. അകത്ത് നടന്നു തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഭാഗത്തേക്ക് വന്നത്. എന്തായാലും നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകൾക്കും ആ മൃതശരീരം കൊണ്ടുവരുന്ന വേളയിലും അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാനായിട്ടും അവർക്ക് ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ടും സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഒപ്പം നിന്നിരുന്നു. പക്ഷേ സർക്കാരിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി അന്നേ ദിവസം, അതായത് 25-ാം തീയതി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അന്നേ ദിവസം ഇവിടേക്ക് എത്തിയിരുന്നില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് അന്ന് നടന്നിരുന്നു. പക്ഷേ വിശദീകരണമൊന്നും, അത് സംബന്ധിച്ചുള്ള വിശദീകരണമോ മറുപടി ഒന്നും തന്നെ പിണറായി വിജയൻ നൽകിയിരുന്നില്ല. എന്നിരുന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതശരീരം സംസ്കരിക്കുന്ന ചടങ്ങിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എത്തിയില്ല എന്നുള്ളതൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയായിരുന്നു. ആ മറുപടിക്ക് വേണ്ടിയിട്ട് കേരള ജനത ഒന്നാകെ കാത്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മറുപടി ഒന്നും ലഭിച്ചില്ല എങ്കിൽ കൂടി 2 ദിവസം പിന്നിട്ടതിന് ശേഷം ആ കുടുംബാംഗങ്ങളെ കാണാനായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരിക്കുന്നത്. നിഖിൽ. ശരി രേഷ്മ, ഇപ്പോൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഈ ഒരു രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്താത്തതിന്, അതായത് പല സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ അതിന് മുന്നിൽ നിന്നതും ഈ ഒരു അവരുടെ മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയതുമൊക്കെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരായിരുന്നു. എന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസ്കാര ചടങ്ങിന് പോലും എത്താതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഈ വിമർശനങ്ങൾക്കിടെ ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രി രാമചന്ദ്രൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രശാന്ത്, ഒന്നുകിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയത്. അതായത് കേരളം ഒന്നാകെ കരഞ്ഞപ്പോൾ ഈ ഒരു
തീവ്രവാദ ആക്രമണം ഉണ്ടായി. രാജ്യത്ത് ഒട്ടാകെ പല സ്ഥലങ്ങളിലും 26ഓളം പേർ ജീവൻ വെടിയേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ പല സ്ഥലങ്ങളിലും അതത് സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ശവസംസ്കാര ചടങ്ങുകളിലേക്ക് പങ്കെടുത്തത് പോലുമില്ല. മറ്റ് കാര്യമായ പരിപാടികളൊന്നും തന്നെ ഇല്ലാതെ ആ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാതെ പാർട്ടി സെക്രട്ടേറിയറ്റ് CPM സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. നമ്മൾ ഇത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാമചന്ദ്രന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ കാണാനായി മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. കേരള ഗവർണറും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു. മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ, സിനിമാ മേഖലയിലുള്ളവർ, അങ്ങനെ ഒട്ടേറെ പേർ ഈ രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. രാഷ്ട്രത്തിന്റെ വീരപുത്രൻ, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച തീവ്രവാദി അക്രമങ്ങളിൽ വീരമൃത്യു വരിച്ച രാമചന്ദ്രന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ അവിടെ എത്തിയിരുന്നു. അതുമാത്രമല്ല ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അതോടൊപ്പം തന്നെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ദൃശ്യമായിരുന്നു. പലരും ഇത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ എത്താൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അവിടേക്ക് എത്താൻ മുഖ്യമന്ത്രിക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു, തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യമായ പരിപാടികളൊന്നും ആ ശവസംസ്കാര ചടങ്ങ് നടന്ന ആ ദിവസം ഉണ്ടായിരുന്നില്ല. എന്നിരിക്കെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് എത്താതിരുന്നത്. ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാൻ അവിടേക്ക് എത്തിയത്, വീട്ടിലെത്തിയിരിക്കുന്നത്. നിഖിൽ. ശരി പ്രശാന്ത്, എന്തായാലും ഇപ്പോൾ രാമചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി KN ബാലഗോപാൽ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരും ഇവിടേക്ക് രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും പ്രശാന്ത് ശങ്കരമംഗലത്തും.